നമസ്കാരം. മുന്നും പിന്നും നോക്കാതെയുള്ള ചില തീരുമാനങ്ങൾ, വാക്കുകൾ, വാഗ്ദാനങ്ങൾ ഇത് രാഷ്ട്രീയക്കാർക്കുള്ള അവരുടെ സ്വതസിദ്ധമായ ഒരു ശൈലിയാണ്. അധികാരം കയ്യിൽ കിട്ടാൻ വേണ്ടി ഏതു തരത്തിലുള്ള വാഗ്ദാനം ജനങ്ങൾക്ക് നൽകാനും അവർക്ക് യാതൊരു മടിയുമില്ല. ഈ നൽകുന്ന വാഗ്ദാനങ്ങളിൽ പലതും പാലിക്കപ്പെടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങളൊന്നും പൂർണ്ണമായി ജനങ്ങൾ വിശ്വസിക്കാറില്ല. ഉദാഹരണത്തിന് 2016 LDF തെരഞ്ഞെടുപ്പിന് നേരിട്ടത് കേരളത്തിൽ സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ 10 വർഷങ്ങൾ പിണറായി വിജയന് ഭരണം കിട്ടി. 2026 പിണറായി വിജയൻ ഭരണം മതിയാക്കി ഇറങ്ങിപ്പോകുമ്പോൾ 800-ലധികം ബാറുകളും മദ്യശാലകളുമൊക്കെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമുക്ക് ഈ രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ എത്ര വിലയുള്ളതാണ് എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സൗകര്യം നൽകും എന്നുള്ള കാര്യം. തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഈ ഒരു വാഗ്ദാനം നൽകുകയും അവിടെ ഇത് നടപ്പിലാക്കുകയും ചെയ്തതാണ്. എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം, സ്ത്രീകൾ ഇന്ന് എല്ലാ മേഖലയിലും പുരുഷന്മാരോടൊപ്പം കിടപിടിച്ചു നിൽക്കുന്നവരാണ്. അവർക്ക് അത് ബഹിരാകാശ മേഖലയിലായിരുന്നാലും, രാഷ്ട്രീയ രംഗത്തായിരുന്നാലും, വ്യവസായ രംഗത്തായിരുന്നാലും, കച്ചവട രംഗത്തായിരുന്നാലും, സിനിമാ രംഗത്തായിരുന്നാലും, സർക്കാർ ജീവനക്കാരുടെ രംഗത്തായിരുന്നാലും ഏത് രംഗത്തും സ്ത്രീകൾ പുരുഷനോടൊപ്പമോ അല്ലെങ്കിൽ പുരുഷനും മുകളിലോ കിടപിടിച്ചു നിൽക്കുന്നവരാണ്. പലരും കോടികൾ സമ്പാദിക്കുന്നവരാണ്, വ്യവസായികളായ സ്ത്രീകളൊക്കെ. ഉദ്യോഗസ്ഥർ, ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥകളുണ്ട്. അവർക്കൊക്കെ ലക്ഷങ്ങളാണ് മാസശമ്പളം. മറ്റാനുകൂല്യങ്ങൾ വേറെയും കിട്ടും. ഇനിയൊരു തുണിക്കടയിൽ സെയിൽസ് ഗേളായിട്ട് പോയാൽ പോലും അവർക്ക് 15,000 രൂപയിൽ കുറയാത്ത ശമ്പളമുണ്ട്. പല സ്ത്രീകളും പട്ടണങ്ങളിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് വന്ന് അവിടെ വീട്ടുജോലികൾ ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ടാണ്. അപ്പോൾ 1-2 മണിക്കൂറുകൾ ജോലി ചെയ്യുമ്പോൾ അവർ ഒരു മാസം സമ്പാദിക്കുന്നത് 30,000-വും 40,000-വും രൂപ സമ്പാദിക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ പോലും അവർക്ക് 25,000 രൂപയും 22,000 രൂപയും ഒക്കെയാണ് ശമ്പളം. ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് കിട്ടും. എന്നിട്ടാണ് സ്ത്രീകൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര UDF വാഗ്ദാനം ചെയ്തത്. അത് ഇപ്പോൾ വലിയ അമളിയായി പോയെന്ന് അവർക്ക് തോന്നുന്നുണ്ടാകും ഉറപ്പായിട്ടും. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം അനുവദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാനൽ റിപ്പോർട്ടർമാരൊക്കെ സ്ത്രീകളോട് അഭിപ്രായം തേടിയിരുന്നു. അതിൽ പല സ്ത്രീകളും പറഞ്ഞത് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് കുറച്ച് സ്ത്രീകളൊക്കെ പറഞ്ഞു. മറ്റു ചില സ്ത്രീകൾ പറഞ്ഞത് ഇത് പോരാ, എല്ലാ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലും അതുപോലെ മറ്റെല്ലാ സർവീസുകളിലും ഞങ്ങൾക്ക് സൗജന്യം വേണം എന്നുള്ളതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സൗകര്യങ്ങൾ നൽകേണ്ടത്? നിയമത്തിൽ പോലും സ്ത്രീക്ക് പ്രത്യേക പരിരക്ഷയുണ്ട്. ജോലിയിലായിരുന്നാലും, സർക്കാർ ജോലികളിലായിരുന്നാലും, അതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്തായിരുന്നാലും ഒക്കെ അവർക്ക് സംവരണമുണ്ട്. പിന്നെ എന്തിനാണ് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു സൗജന്യം കൂടി നൽകുന്നത്? പക്ഷേ എന്തായിരുന്നാലും ഈ സൗജന്യം കൊടുത്തിരിക്കുന്നത് സർക്കാരിനെ വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്കായി സർക്കാർ KSRTCക്ക് മുൻകൂർ പണം നൽകേണ്ടി വരും എന്നുള്ളതാണ്. സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതോടെ പ്രതിദിന വരുമാനത്തിലുണ്ടാകുന്ന കുറവ് സർവീസുകളെ ബാധിക്കാതിരിക്കാനാണത്. ഒരു ദിവസം ഏകദേശം 7.5 കോടി രൂപയാണ് ഈ KSRTC ബസ്സുകളുടെ വരുമാനം എന്ന് കരുതുക. ഇതിൽ പകുതിയും, അതായത് ഒരു 3.5 കോടി രൂപയും ഇന്ധന ചെലവിന് വേണ്ടി പോകും. ബാക്കി പൈസയാണ് ഇതിൽ കിട്ടുന്നത്. ഈ പണം കൊണ്ടുവേണം ഇവരുടെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനവും മറ്റും കൊടുക്കാനും ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനുമൊക്കെ. എന്തായാലും ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാതെ എണ്ണ കമ്പനികൾ ഇന്ധനം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ സൗജന്യ ടിക്കറ്റിനും കോർപ്പറേഷൻ അക്കൗണ്ടിൽ പണം എത്തുന്നുണ്ടെന്ന് സർക്കാരിന് ഉറപ്പാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പദ്ധതി നടപ്പിലാക്കുമ്പോൾ 57 കോടി രൂപയാണ് പ്രതിമാസം സർക്കാർ KSRTCക്ക് നൽകേണ്ടത്. ഇത് മാസാവസാനം നൽകിയാൽ പദ്ധതി നടപ്പിലാക്കാനാവില്ല. ഇതിന് മികച്ച മാതൃകയായി പറയുന്നത് ഡൽഹിയിൽ നടപ്പിലാക്കിയ സഹേലി പിങ്ക് കാർഡ് പദ്ധതിയാണ്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് സർക്കാർ മുൻകൂറായി പണം നൽകുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് മുൻപ് തന്നെ TTCയുടെ കയ്യിൽ പണമെത്തും. ഡൽഹിയിൽ സ്ത്രീകളുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചാണ് ടിക്കറ്റ് നൽകുന്നത്. കേരളത്തിലും സ്മാർട്ട് കാർഡോ അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത സംവിധാനമോ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. സുതാര്യവും ഡിജിറ്റലുമായ ട്രാക്കിംഗ് സംവിധാനവും വേണ്ടിവരും. KSRTCക്ക് ഇതര വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന കോഴിക്കോട് ടെർമിനലുകൾ ഉൾപ്പെടെ നിയമക്കുരുക്കിൽ കിടക്കുകയാണ് ഇപ്പോഴും. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ളത് എറണാകുളത്താണ്. ആ എറണാകുളത്താകട്ടെ ആധുനിക
ആധുനിക ടെർമിനൽ ഇതുവരെ നിർമ്മിച്ചിട്ടുമില്ല. റെയിൽവേ സ്റ്റേഷന് സമീപം സ്ഥലം കണ്ടെത്തിയെങ്കിലും അതിൻ്റെ തുടർ നടപടികളൊക്കെ ഇപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ KSRTCയെ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യഘട്ടത്തിൽ ആന്റണി രാജുവായിരുന്നു KSRTC വകുപ്പ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി. അപ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്നപ്പോൾ പോലും ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന ഒരവസ്ഥയാണ്. ശമ്പളം കിട്ടാതെ എത്രയോ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത സംഭവവും നമ്മുടെ KSRTCയിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എന്തൊക്കെയായാലും KB ഗണേഷ് കുമാറിനോട് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല വ്യക്തിപരമായ വിഷയങ്ങളും മോശമാണെങ്കിലും അദ്ദേഹം ഭരണരംഗത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ചില ഷോകളൊക്കെ കാണിക്കുമെന്നുള്ളതല്ലാതെ അദ്ദേഹം കോർപ്പറേഷനെ ഉയർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി വന്നതിനു ശേഷമാണ് മുടങ്ങാതെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിത്തുടങ്ങിയത്. എന്തായാലും ഈ ഒരു സൗജന്യം, അനാവശ്യമായിട്ടുള്ള ഈ ഒരു സൗജന്യം സർക്കാർ എടുത്തുചാടി വാഗ്ദാനം ചെയ്യുകയും UDF എടുത്തുചാടി വാഗ്ദാനം ചെയ്യുകയും സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പിലാക്കാതിരിക്കാനും കഴിയാത്തൊരവസ്ഥയിലും എത്തിയപ്പോൾ അത് UDFന് ഇപ്പോൾ വലിയ ഒരു തിരിച്ചടിയായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 57 കോടി രൂപ സർക്കാരിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് ഒരു മാസം ഈ അനാവശ്യമായി പോകുമ്പോൾ അത് വലിയ പ്രതിസന്ധിയാണ് സർക്കാരിനുണ്ടാക്കുക. ഇനിയിപ്പോൾ 15-ാം തീയതി ജൂൺ 15 മുതൽ ഈ സൗജന്യ യാത്ര തുടങ്ങും. 100 ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിനു ശേഷമാണ് ഇനി അടുത്ത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലും മറ്റും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. എന്തായാലും ഇത് സർക്കാരിന് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. അങ്ങനെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ കൂടി ഇത്തരത്തിലുള്ള സൗജന്യം ഏർപ്പെടുത്തിയാൽ ഒരു വർഷം ഏകദേശം 1000 കോടി രൂപയാണ് സർക്കാരിന് നഷ്ടം വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ആഴ്ചപ്പിരിവിന് വരുന്ന ഭൂതലിംഗം അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് പോലും കടം വാങ്ങിയിട്ടാണ് പിണറായി വിജയൻ ഇറങ്ങിപ്പോയത്. പോകുന്ന പോക്കിൽ ഈ പൊതു ഖജനാവിലുണ്ടായിരുന്ന ചില്ലറ കോടി വാരി ട്രൗസറിൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ടാണ് പോയത്. പിണറായി വിജയൻ വരുത്തിവെച്ച കടങ്ങളൊക്കെ തീർക്കേണ്ട ബാധ്യത ഇപ്പോഴുള്ള UDF സർക്കാരിനാണ്. ഇതിനുള്ള വക എവിടെ നിന്ന് കണ്ടെത്തും? ആ വക കണ്ടെത്താനിരിക്കുമ്പോഴാണ്, അതായത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അധികാരം കിട്ടിയ സന്തോഷത്തിൽ കുറേ വാഗ്ദാനങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു. ആ വാഗ്ദാനങ്ങളൊക്കെ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾ നടപ്പിലാക്കുമെന്നൊക്കെ അന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്കൊരു സാവകാശം തരൂ, ഇപ്പോൾ നമ്മുടെ പൊതു ഖജനാവിൻ്റെ അവസ്ഥ ഇതാണ്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവായി സഹകരിക്കണം എന്നൊക്കെ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ അവിടെ നിന്നും ഇവിടെ നിന്നും ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിലും അത് 2-3 ദിവസത്തിനുള്ളിൽ അത് അങ്ങ് അണഞ്ഞു പോകുമായിരുന്നു. പക്ഷേ അതിനു പകരം ഇത്തരത്തിൽ എടുത്തുചാടി ഒരു വാഗ്ദാനം ഞങ്ങൾ നടപ്പിലാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 15-ാം തീയതി മുതൽ ഇത്തരത്തിലൊരു വാഗ്ദാനം നടപ്പിലാക്കുമ്പോൾ അത് സർക്കാരിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. ഇതിനുള്ള പണം ഇവിടെ നിന്ന് കണ്ടെത്തും? ഇതൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനും മാത്രമേ ഉപകരിക്കൂ. ഇനിയിപ്പോൾ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്. എന്തായാലും 100 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ ഉണ്ടാകും. അന്തംഗമികളുടെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ വലിയ രീതിയിൽ പരിഹാസം ഉന്നയിക്കും. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അന്തംഗമികൾ ഉൾപ്പെടെയുള്ളവർ പരിഹസിക്കും. കാരണം UDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയില്ല എന്നൊക്കെ അവർ പരിഹസിച്ചേക്കാം. പക്ഷേ അതൊന്നും ഒരു പ്രായോഗികമല്ല. കാരണം ആരെയും പരിഹസിക്കാനുള്ള ഒരവകാശവും സ്വാതന്ത്ര്യവും ധാർമ്മികതയും ഒന്നും അന്തംഗമികൾക്കില്ല. കാരണം അവരത്തരത്തിലായിരുന്നല്ലോ അവരുടെ ഭരണം. എന്തായാലും ഇനി 100 ദിവസം കഴിയുമ്പോൾ എല്ലാം പഠിച്ചു. അതുകൊണ്ട് ഇവരൊക്കെ കളിയാക്കുകയാണെന്ന് കരുതി ഇനി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലും മറ്റ് ബസ്സുകളിലുമൊക്കെ ഇത്തരത്തിൽ സൗജന്യം നൽകാൻ പാടില്ല. കാരണം സൗജന്യമായി കിട്ടുന്നതിന് അത്ര വില മാത്രമേ ജനങ്ങൾ നൽകൂ എന്നുള്ള കാര്യം ഈ സർക്കാർ മനസ്സിലാക്കണം. അതായത് എന്തൊക്കെ നേട്ടങ്ങളും എന്തൊക്കെ സൗജന്യങ്ങളും കൊടുത്താലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചയോ പിഴവോ ഉണ്ടായാൽ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് ആ വീഴ്ചയും പിഴവും മാത്രമായിരിക്കും. അവർ അത് നോക്കി മാത്രമേ വോട്ട് ചെയ്യൂ. അതുകൊണ്ട് അധികാരത്തിൽ തുടർന്ന് വരാമെന്നുള്ളൊരു വ്യാമോഹമൊന്നും വേണ്ട. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുന്നതിന് മുൻപ് 100 വട്ടം ആലോചിച്ചാൽ നന്നായിരിക്കും.